മിശ്ര ഇഹലോകവാസം വെടിഞ്ഞ് ഭഗവത് ധാമത്തിലേക്ക് പോയി. മാതാവും പുത്രനും അതീവ ദുഃഖിതരായി. ശ്ലോകം 24. ബന്ധുബാന്ധവാസി ദുഃഖപ്രബോധില പിതൃക്രിയാ വിധിമതേ ഈശ്വര കരില. വിവർത്തനം. പുത്രനെയും മാതാവിനെയും സാന്ത്വനിപ്പിക്കുവാൻ മിത്രങ്ങളും ബന്ധുക്കളും അവിടെ എത്തി. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനായിരുന്നെങ്കിലും അവിടെ നിന്ന് പിതാവിന്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ചു. ശ്ലോകം 25. കഥദിന പ്രഭു ചിത്തേ കരില ചിന്തന ഗ്രഹസ്ഥ ഗ്രഹധർമ്മ. വിവർത്തനം. ചില ദിവസങ്ങൾക്ക് ശേഷം ഭഗവാൻ ചിന്തിച്ചു, ഞാൻ സന്യാസം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഭവനത്തിൽ തുടരുന്നതിനാൽ ഒരു ഗൃഹസ്ഥനായി പ്രവർത്തിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ശ്ലോകം 26. ഗൃഹിണി ഗ്രഹധർമ്മ ശോഭന ഏത ചിന്തി വിവാഹ ഹൈലമന. വിവർത്തനം. ശ്രീ ചൈതന്യൻ ചിന്തിച്ചു, ഒരു പത്നിയെ കൂടാതെ ഗൃഹസ്ഥ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. അപ്രകാരം അവിടെ നിന്ന് വിവാഹിതനാകാൻ തീരുമാനിച്ചു. ശ്ലോകം 27. നാഗ്രഹം ഗ്രഹമിത്യാഹോ ഗൃഹിണി ഗ്രഹമുച്യത്തെ തായാഹി സഹിത സർവാൻ പുരുഷാർത്ഥാൻ സ്മസ്നുതേ. വിവർത്തനം. വെറും ഒരു വീട് ഒരു ഗ്രഹമാകുന്നില്ല. കാരണം പത്നിയാണ് ഗ്രഹത്തിന്റെ അർത്ഥം നൽകുന്നത്. ഒരുവന് പത്നിയോടൊത്ത ഗ്രഹത്തിൽ ജീവിക്കുന്ന പക്ഷം അവർക്കൊരുമിച്ച് മനുഷ്യ ജീവിതത്തിന്റെ പുരുഷാർത്ഥങ്ങൾ സഫലമാക്കാൻ കഴിയും. ശ്ലോകം 28. ദൈവേ ഏകദിന പ്രഭോ പടിയ ആസിതേ വല്ലഭാചാര്യ കന്യാ ഗംഗാപാദേ. വിവർത്തനം. ഒരു ദിവസം മഹാപ്രഭു പഠനം കഴിഞ്ഞ് വിദ്യാലയത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ യാദൃച്ഛികമായി ഗംഗയിലേക്കുള്ള പാതയിൽ വെച്ച് വല്ലഭാചാര്യന്റെ പുത്രിയെ കണ്ടു. ശ്ലോകം 29. പൂർവസിദ്ധ ഭാവാദുംഹാരാവുദയ കരില ദേവേ വനമാലി ഘടക സജീസ്തനെ അയില. വിവർത്തനം. മഹാപ്രഭുവും ലക്ഷ്മി ദേവിയും കണ്ടുമുട്ടിയപ്പോൾ പൂർവസിദ്ധമായിരുന്ന അവരുടെ ബന്ധം ഉണരുകയും യാദൃച്ഛികമായി വിവാഹ ഇടപാടുകാരൻ വനമാലി സചി മാതാവിനെ കാണാൻ വരികയും ചെയ്തു. ഭാവാർത്ഥം. നവദ്വീപ് നിവാസിയും ജാതിയിൽ ബ്രാഹ്മണനുമായിരുന്ന വനമാലി ഘടകനാണ്. മഹാപ്രഭുവിന്റെ ലക്ഷ്മി ദേവിയുടെയും വിവാഹം ഒരുക്കിയത്. അദ്ദേഹം പണ്ട് ശ്രീരാമചന്ദ്രന്റെ വിവാഹാലോചന നടത്തിയ വിശ്വാമിത്രനും പിന്നീട് കൃഷ്ണന്റെയും രുക്മിണിയുടെയും വിവാഹം ഏർപ്പാട് ചെയ്ത ബ്രാഹ്മണനുമായിരുന്നു. അതേ ബ്രാഹ്മണൻ ചൈതന്യലീലയിൽ മഹാപ്രഭുവിന്റെ വിവാഹ ഇടപാടുകാരനായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വായിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 30. ശചിര ഇംഗിതേ സംബന്ധ കരില ഘടന ലക്ഷ്മി കെ വിവാഹ കൈലാശ ചിര നന്ദന. വർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. ശചി ദേവിയുടെ ഇംഗിതമനുസരിച്ച് വനമാലി ഘടകൻ വിവാഹം സജ്ജീകരിക്കുകയും അപ്രകാരം മഹാപ്രഭു യഥാസമയം ലക്ഷ്മി ദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ശ്ലോകം 31. വിസ്താരീയ വർണ്ണീല തഹ വൃന്ദാവനദാസ ഏയിത പൗഗണ്ഡ ലീലാര സൂത്ര പ്രകാശ. വർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. മഹാപ്രഭുവിന്റെ ആദ്യകാല ലീലകളെല്ലാം വൃന്ദാവനദാസ ഠാക്കൂർ വിപുലമായി വിവരിച്ചിട്ടുണ്ട്. അതേ ലീലകളുടെ സംഗ്രഹിച്ചുള്ള പ്രതിപാദനം മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ശ്ലോകം 32. പൗഗണ്ഡാവയസേ ലീല ബഹുത പ്രകാര വൃന്ദാവനദാസ ഇഹ കരിയാച്ചന വിസ്താര. വർത്തനം. ശ്രീല പ്രഭാത് കി ജയ്. പൗഗണ്ഡ വയസ്സിൽ മഹാപ്രഭു വിവിധ വിധത്തിലുള്ള ലീലകൾ നിർവഹിച്ചു. ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ അവയെല്ലാം വിപുലമായി വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 33. അതയേവ ദിങ്മാത്ര ഇഹൻ ദേഖായില ചൈതന്യ മംഗളെ സർവലോകേ ഖ്യാതഹൈല. കീർത്തനം ബൈ ശ്രീല പ്രഭാത് കി ജയ്. ഞാൻ ഈ ലീലകളുടെ ഒരു സൂചന മാത്രമേ നൽകിയിട്ടുള്ളൂ. വൃന്ദാവനദാസ് ഠാക്കൂർ തന്റെ ചൈതന്യമംഗളത്തിൽ, ഇപ്പോൾ ചൈതന്യ ഭാഗവതം,
അവയെല്ലാം വിപുലമായി വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 34. ശ്രീരൂപ രഘുനാഥ പദേയരാശ ചൈതന്യ ചരിതാമൃത കാഹേ കൃഷ്ണദാസ. ശ്രീല പ്രഭാത് കി ജയ്. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരവിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പൗഗണ്ഡ ലീലകൾ എന്ന 15-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാവാർത്ഥം പ്രകാരം സമ്പൂർണ്ണമാവുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ. ഇപ്പോ നമ്മള് പൗഗണ്ഡ ലീലകൾ തീർത്തു. ഇത് ഇന്ന് വായിച്ചതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ തുടർന്ന് വായിക്കാം. ഈ വനമാലി ഘടകൻ എന്ന് പറഞ്ഞ പേരാണോ അതോ ഘടകൻ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഇതുണ്ടോ? അത് മൊത്തത്തിലൊരു പേരാണോ? അതെന്ത് പേരാണെന്ന് തോന്നുന്നു. അതെന്താണ് അറിയില്ല. ശ്ലോകം 29. വനമാലി ഘടകൻ. അതെ. അതാണ് രുക്മിണിയുടെ കൃഷ്ണന്റെ വിവാഹ സമയത്ത് അതിന്റെ ബ്രാഹ്മണൻ. മീനിങ് കൊടുത്തിട്ടുണ്ട് പ്രഭു. ഘടക എന്ന് വെച്ചാല് വിവാഹ ഇടപാടുകാരൻ. വനമാലി ഓ, പേരും. അവിടെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ബ്രോക്കർ വനമാലി എന്ന് പറഞ്ഞ പേരും ഇപ്പൊ ഘടകൻ ബ്രോക്കർ അല്ലേ? ഓക്കെ ഓക്കെ ശരി. ശരി. താങ്ക് യു മാധവ്. വേറെ ഒന്നും ഇതിലില്ല. വിശ്വാമിത്രനും ബ്രാഹ്മണനും ഒക്കെ അദ്ദേഹം തന്നെയായിരുന്നു, വനമാലിയായിരുന്നു. അതിലും അല്ലെ? കൃഷ്ണലീലയില് എല്ലാവർക്കും ആ റോള് തന്നെ ഭഗവാൻ കൊടുക്കുകയാണ്. പിന്നെ ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? പ്രഭു എന്തെങ്കിലും പറയാനുണ്ടോ ഇതിലിപ്പോ വായിച്ചതിന്? ആർക്കെങ്കിലും? ഒരു പ്രഭു ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി ഒരു എന്താണ് നമുക്ക് വേറെ ഒരു ഇതില് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വിശ്വാമിത്രനായിട്ട് ഒരു ജന്മത്തിലിരുന്ന ആളാണ് ഇവിടെ വരുമ്പോ എന്താ പറയാ, ഒരു സാധാരണ ഒരു ബ്രാഹ്മണന്റെ അല്ലെ, എന്നാലും സാധാരണ ബ്രാഹ്മണല്ല, ഭഗവാന്റെ ഇത് തന്നെയാണ്. വിവാഹ ഇടപാടുകാരൻ എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നു. മാറി. അത് ഒരു വല്ലാത്തൊരു ഇതുപോലെ പെട്ടെന്ന് തോന്നിട്ടോ. അതുകൊണ്ട് പദവികളിലൊന്നും കാര്യമില്ല, ഭഗവാന്റെ കാര്യമില്ല. അത് സേവയാണ്. അത്രേ ഉള്ളൂ. ഞാനത് പെട്ടെന്ന് ആലോചിച്ചേ. പ്രഭു ഞാനിപ്പോ വിളിക്കാം, വരാട്ടെ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? പ്രഭു 25-ാമത്തെ ഇതില് പറയുന്നുണ്ടല്ലോ പ്രഭു, ഒരു അറിവായിട്ട്. ഹരേ കൃഷ്ണ. പറയൂ മാതാജി. 25-ല് ഒരു അറിവിന് വേണ്ടി ദിവസങ്ങൾക്ക് ഭഗവാൻ ചിന്തിച്ചു, ഞാൻ സന്യാസം സ്വീകരിച്ചിട്ടില്ല, ഇപ്പോഴും ഭവനത്തിൽ തുടരുന്നതിനാൽ ഒരു ഗൃഹസ്ഥനായി പ്രവർത്തിക്കേണ്ടത് എന്റെ ചുമതലയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇതായിട്ട് പുറകെ വരുന്നുണ്ട്, വിവാഹം കഴിച്ചാലേ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സന്യാസി എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ താമസിക്കാനും പറ്റില്ല. ഒരു അറിവിന് വേണ്ടി അതൊരു പോയിന്റ് പറഞ്ഞിരിക്കണത് പൊതുവെ മനസ്സിലാക്കാൻ വേണ്ടിയില്ലേ. അത് സന്യാസവും ഗൃഹസ്ഥാശ്രമവും എന്ന് പറഞ്ഞിട്ടൊരു വ്യത്യാസം. അതെ, ഒരു സന്യാസിയെ പോലെ വീട്ടില് ഇരുന്നിട്ട് കാര്യമില്ല, താമസിക്കാൻ പാടില്ല. ഗൃഹസ്ഥനാണെങ്കിൽ മാത്രം അയാള് വിവാഹം കഴിക്കുകയും ചെയ്യണം. ശരിക്കും എത്ര വയസ്സിലാ പ്രഭു കല്യാണം? 25 നമ്മുടെ ഇത് പ്രകാരം. അല്ല, 25-ല് സന്യാസം എടുത്തു എന്നല്ലേ പറയുന്നത്? ഇവിടുത്തെ കാര്യം ചോദിക്കുകയാണോ? 16 അല്ലേ? 16-ല് സന്യാസം എടുത്തു അല്ലേ? അല്ല, 25-ല് സന്യാസം, 24 വിവാഹം. പൗഗണ്ഡം. സോറി അതെ 25. ഹരേ കൃഷ്ണ. ഇവിടെ ഈ 27-ാമത്തെ ശ്ലോകത്തില് ഒരു പുരുഷാർത്ഥത്തെ പറ്റി പറഞ്ഞിരുന്നു. അതായത് ഗൃഹം ആവാൻ പത്നി വേണം, പത്നിയോടൊത്ത് ഗൃഹത്തിൽ ജീവിക്കുന്ന പക്ഷം അവർക്ക് ഒരുമിച്ച് മനുഷ്യജീവിതത്തിന്റെ പുരുഷാർത്ഥങ്ങൾ സഫലമാക്കാൻ കഴിയും. പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമമോക്ഷങ്ങളല്ലേ? അപ്പൊ അതിലൂടെ നമ്മള് അതിലേക്ക് ഉയർന്ന ഭഗവാനെ പ്രാപിക്കുന്ന ലെവലിലേക്ക് എത്തണം എന്നല്ലേ, മനുഷ്യജീവിതത്തിൽ ഇരുന്നിട്ട്. അതായിരിക്കും അല്ലേ പുരുഷാർത്ഥത്തില്? ആ വഴിയാണെങ്കിൽ ഇന്നത്തെ ഇതിൽ ആ വഴി ബുദ്ധിമുട്ടുള്ള വഴിയാണ്. അതെ, ധർമാർത്ഥ കാമമോക്ഷം. പക്ഷെ അതായിരിക്കണം ഉദ്ദേശിക്കുന്നത്.
നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ അതല്ല മാർഗം. അതെ. ഭക്തി ആണ്. ആ മനുഷ്യ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ധർമാർത്ഥ കാമമോക്ഷം. കാമമോക്ഷങ്ങളിലൂടെ തന്നെ ഭഗവാനിലേക്ക് തിരിച്ച് അതെ, എത്താൻ സാധിക്കുമെന്നുള്ളതായിരിക്കും. എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് കരുതാം. അതെ. നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ ചോദിക്കാം. പക്ഷെ ചൈതന്യ മഹാപ്രഭു പറയുന്നത് പഞ്ചമ പുരുഷാർത്ഥം പറയുന്നുണ്ട്. അതെ അതായത് അതെ ഓ, പഞ്ചപുരുഷാർത്ഥം. ഭക്തിയോഗത്തിലൂടെ ഈ ഭക്തിയോഗത്തിലൂടെ. അല്ല, അതെ അത് വ്യക്തമാണ്. അതാ പറഞ്ഞ നമ്മളെ സംബന്ധിച്ച് ഇതില് ധർമാർത്ഥ കാമമോക്ഷം ആ വഴി ഇല്ല. കാരണം ധർമ്മം തന്നെ ഇല്ല, അതുക്ക് എല്ലാം മേലെ അതുക്ക് അതുക്ക് മേലെയാണ്. മേലെ ആ വഴി മോക്ഷം ഇല്ല. അപ്പോ നമുക്ക് മോക്ഷത്തിനെ കുറിച്ചും ചിന്തയില്ലല്ലോ. ഇവിടെ വരുന്നത് ഭഗവത് പ്രേമം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ 4 ആശ്രമം കൂടി ആയിരിക്കും ചിലപ്പോ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഭഗവാൻ വന്നു ബ്രഹ്മചാരിയായിട്ട് കുറച്ചു നാള്, പിന്നെ കല്യാണം, പിന്നെ വാനപ്രസ്ഥത്തിലേക്ക് കല്യാണം കഴിഞ്ഞ് ഭാര്യ മരിച്ച് പിന്നെ ഒരു കല്യാണം കഴിച്ചാലും മഹാപ്രഭു പിന്നെ ഓരോരോ തീർത്ഥയാത്രയ്ക്കൊക്കെ പോവല്ലേ ചെയ്യണേ. ഉം, അത് കഴിഞ്ഞ് നേരെ സന്യാസത്തിലേക്ക് മാറുകയാണല്ലോ. ഉം, ഇവിടത്തെ എന്റെ ഒരു സംശയം കേട്ടോ, അറിയില്ല ശരിയാണോന്ന്. ഒരുപക്ഷെ ഉം. അതായിരിക്കും ഉദ്ദേശിച്ചേക്കണേന്ന്. ഇനി ആ വാനപ്രസ്ഥം അല്ല, അല്ലെങ്കിൽ ആ ആശ്രമങ്ങളെ പറ്റിയുള്ള ആ ഒരു ഇതായിരിക്കുമോ എന്ന്. നമുക്ക് അതെ പ്രഭുവിനോട് ചോദിക്കാൻ മാർക്ക് ചെയ്ത് അതെ വെക്കാം. അതെ അതെ അതെ. ഉം. എനിക്ക് തോന്നുന്നു പുരുഷാർത്ഥത്തിൽ സന്യാസം ഇല്ല. ഇല്ല, പുരുഷാർത്ഥത്തിലില്ല. ധർമാർത്ഥ കാമമോക്ഷമാണ്. ആ സന്യാസം വരുന്നില്ല അവിടെ. അല്ല പ്രഭു, ഞാൻ ചോദിച്ചത് ആശ്രമങ്ങളാണോ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ പുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മാതാജി, ആശ്രമത്തിന് അതാ ആ ചോദിക്കുന്നത്. അതറിയില്ല മാതാജി, അത് നമുക്ക് ചോദിക്കേണ്ടി വരും. അത് നമുക്ക് പാർക്ക് ചെയ്യാം. വേറെ പറഞ്ഞോ മാതാജി. ഇത് കൈതവ ധർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമാണല്ലോ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അത് ഉദ്ദേശിച്ചായിരിക്കും. കൈതവ ധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമല്ലേ ഇത് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അതായിരിക്കാം. പൗഗണ്ഡ ലീലകൾ കുറച്ചേ ഉള്ളല്ലേ. അത്രേ ഉള്ളൂ. 34 ശ്ലോകമുണ്ട്. ഇനിയുള്ളതിന് 100 ശ്ലോകത്തോളം ഉണ്ട്. ഇതിൽ വേറെ ഡിസ്കഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഐശ്വര ലീലകളിലേക്ക് പോകാം. ഐശ്വര ലീലയ്ക്ക് പോകാം. പ്രഭു വരുമ്പം നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ ഡിസ്കഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് വായിക്കാം. അടുത്ത ആരെങ്കിലും ഒരാൾക്ക് തുടങ്ങാം. ഒരു 3-4 ശ്ലോകം വെച്ച് വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. ആ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൈശോര ലീലകൾ. ഈ അധ്യായം പൂർണ്ണമായും ഭഗവാൻ ചൈതന്യന്റെ കൈശോരകാലത്തെ അഥവാ യൗവനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാലത്തെ ലീലകൾ വർണ്ണിക്കുന്നു. ഈ സമയത്ത് അവിടുന്ന് അഗാധമായി പഠനത്തിൽ ഏർപ്പെടുകയും മഹാപണ്ഡിതന്മാർക്ക് മേൽ വിജയം നേടുകയും ചെയ്തിരുന്നു. കൈശോരലീലയിൽ ഭഗവാൻ ജലകേളികളിൽ ഏർപ്പെടുകയും ചെയ്തു. സ്വഗൃഹത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും ജ്ഞാനം പരിപോഷിപ്പിക്കുന്നതിനും സങ്കീർത്തന പ്രസ്ഥാനം അവതരിപ്പിക്കുന്നതിനുമായി പൂർവ്വ ബംഗാളിലേക്ക് പോയ ഭഗവാൻ അവിടെ തപന മിശ്രയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയും അദ്ദേഹത്തോട് വാരണാസിയിലേക്ക് പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പൂർവ്വ ബംഗാളിൽ പര്യടനം നടത്തുന്നതിനിടയിൽ അവിടുത്തെ പത്നി ലക്ഷ്മി ദേവി വേർപാടിന്റെ സർപ്പത്താൽ ദംശിക്കപ്പെടുകയും ഈ ലോകം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. വീട്ടിൽ മടങ്ങിയെത്തിയ ഭഗവാൻ കണ്ടത് ലക്ഷ്മി ദേവിയുടെ മരണത്തെ ദുഃഖിതയായിരിക്കുന്ന തന്റെ അമ്മയെയാണ്. അവരുടെ അഭ്യർത്ഥന പ്രകാരം അവിടുന്ന് പിന്നീട് വിഷ്ണുപ്രിയയെ വിവാഹം ചെയ്തു. പ്രശസ്ത പണ്ഡിതനായിരുന്ന കേശവ കാശ്മീരിയുമായി നടത്തിയ വാദവും ഗംഗാ മാതാവിനെ സ്തുതിക്കുന്ന പണ്ഡിതന്റെ പ്രാർത്ഥനകൾക്കുള്ള ഭഗവാന്റെ വിമർശനവും ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഈ പ്രാർത്ഥനകളിൽ ഭഗവാൻ 5 തരത്തിലുള്ള സാഹിത്യ അലങ്കാരങ്ങളും 5 തരത്തിലുള്ള സാഹിത്യ ദോഷങ്ങളും കണ്ടെത്തുകയും അങ്ങനെ പണ്ഡിതനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തുടനീളം വിജയിയായി അറിയപ്പെട്ടിരുന്ന കാശ്മീരി പണ്ഡിതൻ പിന്നീട്
വിദ്യാദേവതയ്ക്ക് സ്വയം സമർപ്പിക്കുകയും ദേവിയുടെ ആജ്ഞപ്രകാരം അടുത്ത ദിവസം രാവിലെ മഹാപ്രഭുവിനെ കണ്ടുമുട്ടുകയും അവിടുന്ന് ശരണം പ്രാപിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം ഒന്നോ അടുത്ത ആരെങ്കിലും? ശ്ലോകം 1. മാതാജി. ഓക്കെ. കൃപാസുധാ സരിസ്യ വിശ്വമപ്ലാവയന്ത്യഭി നിജഗൈവേ സദാ ഭാതി തം ചൈതന്യ പ്രഭും ഭജേ. വിവർത്തനം ശ്രീ പ്രഭുപാദ് കി ജയ്. ആരുടെ അമൃതതുല്യമായ കാരുണ്യമാണോ വിശ്വപ്രപഞ്ചത്തെ പ്രളയത്തിലാഴ്ത്തി ഒരു മഹാനദി പോലെ പ്രവഹിക്കുന്നത്, ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ ആരാധിക്കുന്നു. ഒരു നദി താഴേക്ക് പ്രവഹിക്കുന്നത് പോലെ അവിടുന്ന് പതിതാത്മാക്കളെ പ്രത്യേക താല്പര്യം കാട്ടുന്നു. ഭാവാർത്ഥം: നരോത്തം ദാസ് ഠാക്കൂർ പാടുന്നു, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാ കരേ മോരെ. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിനായി പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് പതിതാത്മാക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷനായ കാരുണ്യാവതാരമാണ്. ഒരാൾ എത്ര പതിതനാണോ അത്രത്തോളം മഹാപ്രഭുവിന്റെ അനുഗ്രഹം അവൻ അർഹിക്കുന്നു. ഒരുവൻ അതിന് ആത്മാർത്ഥതയും കാര്യഗൗരവവും ഉള്ളവനായിരിക്കണമെന്ന് മാത്രം. ഈ കലിയുഗത്തിന്റെ ദോഷങ്ങളാൽ മലിനപ്പെട്ട ഒരാൾ പോലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ശരണം പ്രാപിക്കുന്ന പക്ഷം അവിടുന്ന് ഉറപ്പായും അവനെ മോചിപ്പിക്കും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ജഗായിയും മാധായിയുമാണ്. കലിയുടെ ഈ യുഗത്തിൽ പ്രായണ എല്ലാവരും ജഗായിയെയും മാധായിയെയും പോലെയാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിനാൽ ആരംഭം കുറിക്കപ്പെട്ട സങ്കീർത്തന പ്രസ്ഥാനം ഇപ്പോഴും ഒരു മഹാനദി പോലെ ലോകം മുഴുവൻ കരകവിഞ്ഞൊഴുകുകയാണ്. അപ്രകാരം എല്ലാ പതിതാത്മാക്കളെയും മാലിന്യമുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര കൃഷ്ണബോധ സന്ധ്യ അവരെയെല്ലാം വിജയകരമായി ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 2. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. വിവർത്തനം: ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ സ്തുതികളും. ശ്രീ നിത്യാനന്ദ പ്രഭുവിനും അദ്വൈത ചന്ദ്രനും മഹാപ്രഭുവിന്റെ ഭക്തവൃന്ദത്തിനും എല്ലാ സ്തുതികളും. ശ്ലോകം 3. ജിയാത് കൈശോര ചൈതന്യോ മൂർത്തിമത്യാഗൃഹാശ്രമാത് ലക്ഷ്മ്യാർച്ചിതോധ വാഗ്ദേവ്യ ദിശാം ജയി ജയച്ഛലാദ്. കീർത്തനം: ഭഗവാൻ ചൈതന്യ മഹാപ്രഭു തന്റെ കൈശോര പ്രായത്തിൽ നീണാൾ വാഴട്ടെ. ഭാഗ്യദേവതയും വിദ്യാദേവതയും ഒന്നുപോലെ അവിടുന്ന് ആരാധിച്ചു. ദിഗ്വിജയിയായ പണ്ഡിതനുമേൽ അവിടുന്ന് വിജയം കൈവരിച്ചപ്പോൾ വിദ്യാദേവതയായ സരസ്വതി അവിടുത്തെ ആരാധിച്ചു. ഭാഗ്യദേവതയായ ലക്ഷ്മി അവിടുത്തെ സ്വഗൃഹത്തിൽ ആരാധിച്ചു. ഇരു ദേവതമാരുടെയും അധിപതിയായ ഭഗവാന് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശ്ലോകം 4. ഏയിത കൈശോര ലീലാര സൂത്ര അനുബന്ധ ശിഷ്യഗണ പഠായി ദേ കരില ആരംഭ. വിവർത്തനം: ശ്രീ ചൈതന്യ മഹാപ്രഭു 11ാം വയസ്സിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തുടങ്ങി. അത് അവിടുത്തെ കൈശോര പ്രായത്തിന്റെ ആരംഭം കുറിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇതുവരെ വായിച്ച 4 ശ്ലോകവും എന്റെ ആമുഖവും ഇല്ലെങ്കിലും നമുക്ക് തുടർന്ന് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഇതില് പ്രധാനമായിട്ടൊരു പോയിന്റ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കരുണാവതാരം ആയിരുന്നു മഹാപ്രഭുവിന്റെ ഒരു എക്സാമ്പിൾ. മഹാനദി പോലെ ഒഴുകി പതിതാത്മാക്കളെയൊക്കെ മാലിന്യമുക്തരാക്കുക എന്നൊരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. വളരെ ഒന്നാമത്തേല്. അതെ, പതിതാത്മാക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷനായ കരുണാവതാരമാണ്. അതെ, അതാ ഉയർന്ന ഇതിൽ നിന്ന് നദി ഒഴുകുന്ന അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കണ. ശരിക്കും അവിടെ ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലമൊക്കെ ഒഴുക്കി വിടുന്ന അതിനെ പറ്റിയല്ലേ കമ്പയർ ചെയ്തിരിക്കണേ, പതിതാത്മാക്കളെ. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുകൊണ്ട് തന്നെ അത് എത്തിപ്പെടുന്നത് കുറച്ചു പേരിലേക്ക് മാത്രമാണ്. ഓരോ യുഗത്തിലേക്ക് കടക്കുന്നവർ അത് വളരെ കുറച്ചു പേരിലേക്ക് എത്തുന്നുള്ളല്ലോ. നമുക്കത് ഭാഗ്യവശാൽ അല്ലെ ഭഗവാന്റെ
ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗോപാൽ പ്രഭു പറയാറുണ്ടല്ലോ, നമുക്കിത് ഈ അവസരം ഇത് കിട്ടിയത് തന്നെ നമ്മുടെ പുണ്യമാണ്. അപ്പൊ അത് നമുക്ക് എത്തിച്ചു തന്ന പ്രഭുപാദരെ നമുക്ക് എത്ര പ്രാവശ്യം നന്ദി പറഞ്ഞാലും നമിച്ചാലും നമുക്ക് മതിയാവില്ല. ഹരേ കൃഷ്ണ. കൃഷ്ണ. തുടർന്ന് വായിച്ചാലോ? ഹരേ കൃഷ്ണ. പ്രഭു ആ ഒന്നാമത്തേല് ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, കാശ്മീരി പണ്ഡിതനെ ചൈതന്യ മഹാപ്രഭു തോൽപ്പിച്ചത്. അവസാനം സരസ്വതി ദേവി തന്നെ ഭഗവാനെ മഹാപ്രഭുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അതെ അതെ അതെ. അദ്ദേഹം തോറ്റിട്ട്, പണ്ഡിതൻ അവസാനം കാശ്മീരി പണ്ഡിതൻ തോറ്റിട്ട് സരസ്വതി ദേവിയെ അഭയം പ്രാപിച്ചു. അപ്പം ദേവി തന്നെ ഭഗവാനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ ആജ്ഞപ്രകാരം അടുത്ത ദിവസം രാവിലെ ആ പ്രഭുവിനെ കണ്ടുമുട്ടുകയും അവിടെ നിന്ന് ശരണം പ്രാപിക്കുകയും ചെയ്തു. ദേവി തന്നെ പറഞ്ഞു വിട്ടു. അതെ അതെ. പിന്നെ അടുത്ത ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ടല്ലോ, ദേവി തന്നെ ഭഗവാനെ ആരാധിക്കുന്ന ഒരു ശ്ലോകത്തിൽ വായിച്ചു. മൂന്നാമത്തെ ശ്ലോകത്തില് വിദ്യാദേവതയായ സരസ്വതിയും അവിടുത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട്. ഭാഗ്യദേവതയും വിദ്യാദേവതയും ഒന്നുപോലെ അവിടുന്ന് ആരാധിച്ചു. അതെ അതെ, ദിഗ്വിജയിയായ പണ്ഡിതന് മേൽ അവിടുന്ന് വിജയം കൈവരിച്ചപ്പോൾ വിദ്യാദേവതയായ സരസ്വതി അവിടുത്തെ ആരാധിച്ചു. ഹരിബോം. അപ്പൊ ദേവീ ദേവതമാർക്കും ഭഗവാനെ ആശ്രയിക്കുന്നത് തന്നെ സന്തോഷം എന്നുള്ളൊരു ധ്വനി ഇതിലുണ്ട്. അതെ. കൃഷ്ണ. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുടരാം. അടുത്ത ശ്ലോകം ഒരു 4 ശ്ലോകം നമുക്ക് വായിക്കാം. ഇനി 4 തൊട്ടല്ലേ വായിക്കണ്ടേ? 5 തൊട്ടല്ലേ? ഓക്കെ, വായിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 5. ശതശത ശിക്ഷ്യാ സംഘേ സദാ അധ്യാപനാം വ്യാഖ്യാശുനി സർവലോകേരേ ചമകിതമന. ചൈതന്യ മഹാപ്രഭു അധ്യാപകനായതോടെ ധാരാളം വിദ്യാർത്ഥികൾ അവിടുത്തെ തേടിയെത്തി. അവിടെ നിന്റെ വിശദീകരണ രീതി കേട്ട് അവരെല്ലാം ആശ്ചര്യചകിതരായി. ശ്ലോകം 6. സർവശാസ്ത്ര സർവ പണ്ഡിത പായ പരാജയ വിനയ ഭംഗിത കരോ ദുഃഖനാഹി ഹയ. മഹാപ്രഭു സർവശാസ്ത്ര സംവാദങ്ങളിലും എല്ലാ തരത്തിലുള്ള പണ്ഡിതരെയും പരാജയപ്പെടുത്തി. എങ്കിലും അവിടുത്തെ വിനയാന്വിതനായ പെരുമാറ്റം മൂലം ആർക്കും അവിടുന്നോട് നീരസമുണ്ടായില്ല. ശ്ലോകം 7. വിവിധ ഔദ്ധത്യകരേ ശിഷ്യഗണ സംഘേ ജാഗ്നവിധേ ജലകേളി കരേരംഗേ. അധ്യാപകൻ എന്ന നിലയിൽ നിമായി ശിഷ്യന്മാരോടൊപ്പം ഗംഗാനദിയിലെ വിവിധ ജലകേളികളിൽ ഇടയിൽ പല വികൃതികളും കാട്ടി. ശ്ലോകം 8. കഥതിനെ കൈല പ്രഭു ബംഗേദേ ഗമന യാഹാൻ യായ താഹാൻ ലാവോയായി നാമസങ്കീർത്തന. കുറെ നാളുകൾക്ക് ശേഷം നിമായി പൂർവ്വ ബംഗാളിലേക്ക് പോയി. അവിടുന്ന് എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം സങ്കീർത്തന പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. മഹാഭാവാർത്ഥം ശ്രീ പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും അവിടുത്തെ ശിഷ്യ പരമ്പരയിലുള്ള ഭക്തന്മാർക്കും എല്ലാവിധ അഭിജ്ഞരായ പണ്ഡിതരെയും ശാസ്ത്രജ്ഞന്മാരെയും തത്വജ്ഞാനികളെയും വാദങ്ങളിൽ പരാജയപ്പെടുത്താനും അപ്രകാരം പരമപുരുഷനായ ഭഗവാന്റെ പരമാധികാരം സ്ഥാപിക്കാനും കഴിയുമെങ്കിലും പ്രചാരകന്മാരെന്ന നിലയിലുള്ള അവരുടെ മുഖ്യ പ്രവൃത്തി എല്ലായിടത്തും സങ്കീർത്തനം പ്രചരിപ്പിക്കുക എന്നതാണ്. പണ്ഡിതന്മാരെയും ദാർശനികരെയും വെറുതെ പരാജയപ്പെടുത്തുക എന്നത് ഒരു പ്രചാരകന്റെ തൊഴിലല്ല. പ്രചാരകർ
നിശ്ചയമായും അതേ സമയത്ത് തന്നെ സങ്കീർത്തന പ്രസ്ഥാനത്തെ അവതരിപ്പിക്കണം. അതാണ് ചൈതന്യ സമ്പ്രദായത്തിന്റെ ദൗത്യം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ പോയിന്റ് ഉണ്ട്. അതെ അതെ. പ്രചാരകന്മാരുടെ പണ്ഡിതന്മാരെയും ദാർശനികരെയും വെറുതെ പരാജയപ്പെടുത്തുക പണി. അതെല്ലാം നമ്മുടെ പണി. നമുക്കെന്താ, എവിടെ എല്ലായിടത്തും സങ്കീർത്തന പ്രസ്ഥാനത്തിനെ അവതരിപ്പിക്കണം, എവിടെ പോയാലും. അതാണ് ദൗത്യം. ഏത് സാഹചര്യത്തിലും. അതെ. ദേശം തർക്കങ്ങളിലൊന്നും പോയി നേരം കളയേണ്ട ആവശ്യമില്ല. അതെ അതെ. തർക്കങ്ങൾ വരും, പക്ഷെ അതിന്റെ ഭാഗമാണ്. അതെ അതെ. എവിടെയാലും ചെന്ന ഉടനെ കീർത്തൻ, 4 പേര് വന്ന ഉടനെ കീർത്തൻ തുടങ്ങിയപ്പോ പ്രഭുപാദം പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും തർക്കത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തില്, നമ്മൾ ഒന്ന് പറഞ്ഞാൽ 2 തിരിച്ചു പറയും. അപ്പൊ അവര് എല്ലാം നമ്മുടെ പണി. കാരണം വെച്ച് കഴിഞ്ഞാൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും നമ്മളോട് ഒരു ദേഷ്യം തോന്നാൻ സാധ്യതയുള്ളൂ. ഒരു ശത്രുതാ മനോഭാവം കൂടുകയുള്ളൂ അവർക്ക്. മൂർച്ച കൂടും. വേണ്ടേ, അവര് പറയുന്നതിനെ നമുക്ക് ఖండించి നമുക്കൊന്നും പറയാൻ നിൽക്കണ്ട. അത് സാവധാനം മറ്റുള്ള രീതിയിൽ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൺവിൻസ് ചെയ്യുക എന്നതാണ് പ്രഭുപാദം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഒരിക്കലും ഞാൻ പറഞ്ഞാണ് ശരി എന്നുള്ള ആ ഷാഠ്യം കാണിക്കരുതെന്നാണ് പ്രഭുപാദം നമ്മളോട് പറയണത്. ഹരേ കൃഷ്ണ. അതെ, കറക്റ്റാ പ്രഭു പറഞ്ഞത്. ഹരേ കൃഷ്ണ പ്രഭു. അതെ, കൃത്യം. അത് ശരിക്കും വളരെ കൃത്യമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് അതല്ല, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ പ്രശ്നത്തിലേക്കാണ്. ഏറ്റവും നല്ലത് അതിനെ നമ്മള് ഈ പറഞ്ഞ പോലെ, ഇപ്പൊ നാരദബ്രു പറഞ്ഞ പോലെ, അങ്ങ് സമ്മതം മൂളുന്ന പോലെ, ഒന്നും അല്ലാത്ത പോലെ നിൽക്കുക. അതിനുശേഷം ഇതിനെ പറയുക. അപ്പോ ക്രമേണയുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതിപ്പോ നിത്യ അനുഭവത്തിലുള്ള ഒരു കാര്യങ്ങളാണല്ലോ എല്ലാവർക്കും. കാരണം നമ്മൾ പലപ്പോഴും അവിടെ പോയി എതിരായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഇതാണ്. അതിന് പകരം സാവധാനം ആയിരിക്കും നല്ലത്. അല്ല, പല മുതിർന്ന ഭക്തന്മാരും ഈ പറഞ്ഞ കാര്യം ഇപ്പോഴാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മള് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെടുമ്പോൾ അവര് അവിടെ നിന്ന് ജപിക്കാനോ അല്ലെങ്കിൽ കീർത്തനം ചെയ്യാൻ തുടങ്ങും. ഇപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്. ഇത് എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സൈഡിൽ നാമജപവും നാമസങ്കീർത്തനം നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അവരത് കണ്ടിട്ടുണ്ട്. പല നമ്മുടെ മുതിർന്ന ഭക്തന്മാരും എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പൊ ഒരു നല്ലൊരു തിരിച്ചറിവാണ്. നമ്മളത് വാക്കുതർക്കത്തിനോ മറ്റുള്ള ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. സംസാരം. അതെ, സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ മഹിമയാണ്. ഹരേ കൃഷ്ണ പ്രഭു. അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഈ ഉത്സവ സമയങ്ങളില് ബുക്ക് സ്റ്റോളില്, ഈ തൃപ്പൂണിത്തുറയിലൊക്കെ കാണാറുണ്ട്. ബുക്ക് സ്റ്റോളില് നമ്മൾ സങ്കീർത്തനം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാല് അതുവരെ മാറിയുന്ന ആൾക്കാരെല്ലാരും കൂടെ അങ്ങ് ഒരുമിച്ച് വരും. അതെന്തോ ഒന്നും നമ്മൾ പറയണ്ട, അതിനുമുമ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. ോടുകൂടി വരുമ്പോഴേക്കും ആളുകൾ അതറിയാൻ ആഗ്രഹത്തോടുകൂടി അടുത്ത് വരും. അപ്പൊ പതുക്കെ ബുക്ക് സ്റ്റോളിൽ കയറും, ബുക്ക് നോക്കും, മാല മേടിക്കും. അങ്ങനെ കുറെ സങ്കീർത്തനം കേട്ട് താല്പര്യത്തോട് വരുന്നവര് നമ്മൾ കാണാറുണ്ട്. അവിടെ സങ്കീർത്തനം സ്റ്റോപ്പ് ചെയ്യോ, അവരോടൊപ്പം ഈ നമ്മൾ അവരെ പരാജയപ്പെടുത്താനോ വാക്കുതർക്കത്തിനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. കറക്റ്റ്. നല്ലൊരു പോയിന്റ്. ഹരേ കൃഷ്ണ. ഓക്കെ, അടുത്ത ഒരു 3 ശ്ലോകം വായിക്കാം. ഒരെണ്ണത്തിന്റെ പർപ്പട്ട് വലുത്. അപ്പൊ 9, 10, 11 ആക്കി. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി? മാതാജി. ഹരേ കൃഷ്ണ. വിദ്യാര പ്രഭവദേക്കി ചമത്കാരാചിതേ ശത പടുയാ സി ലാഗിയ പഠിതേ. വിവർത്തനം ബൈ ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്. മഹാപ്രഭുവിന്റെ ബുദ്ധിപ്രഭാവത്തിൽ അത്ഭുത സ്തബ്ധരായ 100 കണക്കിന് വിദ്യാർത്ഥികൾ അവിടുന്ന് കീഴിൽ പഠിക്കാനായി വന്നു ചേർന്നു. ശ്ലോകം 10. സെയി ദേശേ വിപ്ര നാമ മിശ്ര തപന നിശ്ചയ കരീതേ നാരേ സാധ്യ സാധന. വിവർത്തന അനുഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത്. ജയ് ശ്രീല പ്രഭാത്.
ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നോ അതെങ്ങനെ നേടാൻ സാധിക്കുമെന്നോ തീർച്ചപ്പെടുത്തുവാൻ കഴിയാത്ത തപനമിശ്ര എന്ന് നാമമുള്ള ഒരു ബ്രാഹ്മണൻ പൂർവ്വ ബംഗാളിൽ ഉണ്ടായിരുന്നു. ഭാവാർത്ഥം: ഒരുവൻ ആദ്യം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും പിന്നീട് അതെങ്ങനെ നേടാൻ കഴിയുമെന്നും തിട്ടപ്പെടുത്തണം. ജീവിതത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ മനസ്സിലാക്കുക എന്നതാണെന്നും ആ ലക്ഷ്യം നേടാൻ ഒരു വൻ നിശ്ചയമായും ആധികാരികങ്ങളായ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും നിന്നുള്ളതും ഗോസ്വാമിമാർ നിർദ്ദേശിച്ചതുമായ രീതികൾ പിന്തുടർന്ന് കൃഷ്ണാവബോധം പരിശീലിക്കണമെന്നും കൃഷ്ണാവബോധ സമിതി എല്ലാവർക്കും ചൂണ്ടിക്കാട്ടുന്നു. ശ്ലോകം 11. ബഹുശാസ്ത്രേ ബഹുവാക്യേ ചിത്തേ ഭ്രമഹയ സാധ്യ സാധന ശ്രേഷ്ഠ നഹയ നിശ്ചയ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീലപ്രഭാത്. ജയ് ശ്രീലപ്രഭാത്. ഒരുവൻ പുസ്തകപ്പുഴുവായി തീരുകയും അനേകം ശാസ്ത്രങ്ങൾ പഠിക്കുകയും പലരിൽ നിന്നും പല നിർദ്ദേശങ്ങളും ശ്രവിക്കുകയും ചെയ്യുന്ന പക്ഷം അതവനെ ഭ്രമിപ്പിക്കും. യഥാർത്ഥ ജീവിത ലക്ഷ്യം തിട്ടപ്പെടുത്താൻ ഈ രീതി ആരെയും സഹായിക്കുകയില്ല. ഭാവാർത്ഥം: ശ്രീമദ് ഭാഗവതത്തിൽ 7:13-8 പറയുന്നു: ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂന്ന വ്യാഖ്യാം ഉപയുഞ്ചിത. ഒരുവൻ ധാരാളം ഗ്രന്ഥങ്ങൾ വായിക്കുകയോ അനേകം ഗ്രന്ഥങ്ങളുടെ പാരായണം തൊഴിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ചും അവനൊരു ഭക്തനാണെങ്കിൽ. പണ്ഡിതനാകണമെന്നും അങ്ങനെ പ്രശസ്തിയും സാമ്പത്തിക സൗകര്യങ്ങളും നേടണമെന്നുമുള്ള അഭിലാഷം നിശ്ചയമായും നാം ഉപേക്ഷിക്കണം. അനേകം ഗ്രന്ഥങ്ങളുടെ പഠനങ്ങളിലേക്ക് ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന പക്ഷം ഒരുവന് ഭക്തിയുത സേവനത്തിൽ മനസ്സുറപ്പിക്കുവാനോ ഗൗരവമേറിയ പ്രസ്താവനകളും അർത്ഥങ്ങളും നിറഞ്ഞ നാനാശാസ്ത്രങ്ങൾ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. നാനാതരത്തിലുള്ള പ്രതിപാദ്യ വിഷയങ്ങളുമായി, പ്രത്യേകിച്ചും ഫലേച്ഛാ കർമ്മങ്ങളും തത്വശാസ്ത്രപരമായ അനുമാനങ്ങളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സാഹിത്യങ്ങളാൽ ആകർഷിക്കപ്പെടുന്നവർ തങ്ങളുടെ ശ്രദ്ധ പല വഴിയെ ചിതറുന്നത് മൂലം കലർപ്പറ്റ ഭക്തിയുത സേവനത്തിനുള്ള അവസരം സ്വയം നഷ്ടപ്പെടുത്തുന്നു എന്ന് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ടാഗോർ അഭിപ്രായപ്പെടുന്നു. മനുഷ്യന് ഫലേച്ഛാകർമ്മങ്ങളോടും മതപരമായ ആചാര്യ അനുഷ്ഠാനങ്ങളോടും തത്വശാസ്ത്രപരമായ അനുമാനങ്ങളോടും പൊതുവെ അനുകൂലമായ ഒരു പ്രവണതയുണ്ട്. ഒരു ജീവസത്ത സ്മരണാതീത കാലം മുതൽക്കേ ഇങ്ങനെയെല്ലാം വഴിതെറ്റിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവന് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയാതെ ജീവിത പ്രവർത്തനങ്ങൾ പാഴായിപ്പോകുന്നു. ഇപ്രകാരം വഴിതെറ്റിക്കപ്പെടുന്ന നിഷ്കളങ്കരായ ആളുകൾക്ക് പരിശുദ്ധ കൃഷ്ണഭക്തി നഷ്ടപ്പെടുന്നു. തപനമിശ്ര അത്തരമൊരു വ്യക്തിയുടെ വ്യക്തമായ ദൃഷ്ടാന്തമാണ്. പണ്ഡിതനായിരുന്നെങ്കിലും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് തീർച്ചപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ മഹാപ്രഭു സനാതന ഗോസ്വാമിയെ ഉപദേശിക്കുന്നത് ശ്രവിക്കാൻ അദ്ദേഹത്തിന് ഒരവസരം ലഭിച്ചു. വെറുതെ ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും അവ ഒന്നുപോലും വായിക്കാതെ അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുകയും അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിഭ്രാന്തരാകുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വിശേഷിച്ചും അർത്ഥവത്തായതാണ് മഹാപ്രഭു തപനമിശ്രയ്ക്ക് നൽകിയ ഉപദേശങ്ങൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇതിനെക്കുറിച്ച്? ആദ്യമേ ഒരുത്തൻ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് തിട്ടപ്പെടുത്തണമെന്ന് പറയുന്നു. ആ ലക്ഷ്യം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മാർഗത്തെ ശരി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ലക്ഷ്യമില്ലാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണേലും പോകാം. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ മാർഗം കണ്ടുപിടിച്ച് ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അതിവിടെ പറയുന്നുണ്ട്. ഒരുവൻ ആദ്യം ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നും പിന്നീട് അത് എങ്ങനെ നേടാൻ കഴിയുമെന്നും തിട്ടപ്പെടുത്തണം. അതെ. പിന്നെ ഇപ്പൊ 11 പറയുന്നത് അനേകം ഗ്രന്ഥങ്ങളുടെ പഠനത്തിലേക്ക് ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന പക്ഷം ഒരുവന് ഭക്തിയുത സേവനത്തിൽ മനസ്സുറപ്പിക്കാനോ ഗൗരവമേറിയ പ്രസ്താവനകളും അർത്ഥങ്ങളും നിറഞ്ഞ നാനാശാസ്ത്രം മനസ്സിലാക്കാനോ സാധിക്കില്ല. അത് വെറും ഒരു ജ്ഞാനസമ്പാദനം മാത്രമായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പോകരുത്. കാരണം ജ്ഞാനം നേടി ജീവിതത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം വിട്ടുപോയാൽ അതൊരു പോയിന്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. 11 വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥങ്ങളുടെ പാരായണം ഒരു തൊഴിലാക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. അത് പക്ഷെ ഒരുപാട് നടക്കുന്നില്ല മാതാജി. ഒരുപാട് സപ്താഹം, ഭാഗവത സപ്താഹം തൊഴിലാക്കി ചെയ്യുന്ന പൈസ എന്ന് വെച്ചാൽ വൻ തുകയ്ക്കാണ് നടക്കുന്നതൊക്കെ. അതെ. അത് പേരെടുത്ത് കഴിഞ്ഞാല് അവര് പിന്നെ ഭയങ്കര തുകയാ ഈടാക്കുന്നത്, കനത്ത തുക.
അതെ. അപ്പൊ അത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജ്ഞാനം വായിക്കുന്നതുകൊണ്ട് കൂടുതൽ നമ്മൾ ജ്ഞാനം നേടുക എന്നുള്ളതാണ്. ആ അതെ. കുറെ സമ്പാദിക്കാൻ സാധിക്കും. പക്ഷെ ഈ പറഞ്ഞ കൂട്ടത്തില് അത് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അത് വെറും എന്താ അതിന് പറയാ, അതൊരു ഒരു 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 സമയം മെനക്കെടുത്തൽ പോലെ ആയിത്തീരും എന്നുള്ളതാണ്. കാരണം അതായത് പ്രശസ്തിയും സാമ്പത്തിക സൗകര്യങ്ങളും നേടണം എന്നുള്ള അല്ലെ? അതും അത് അതിൽ പ്രശസ്തി ഉണ്ടാക്കാനും നമുക്ക് ജ്ഞാനം സമ്പാദിക്കാം. അല്ല ഭഗവത്ഗീതയിലും അത് പറയുന്നു, അതിലിപ്പോ ഭഗവത്ഗീതയിലും പറയുന്നുണ്ടല്ലോ, ജ്ഞാനം നേടിയ അഹങ്കാരം കൂടും. അതുകൊണ്ട് ജ്ഞാനം, അധിക ബുക്കുകൾ വായിച്ച് ജ്ഞാനം സമ്പാദിക്കുന്നതായിരിക്കരുത് ലക്ഷ്യമെന്ന്. അതെ. ഞാനൊരു ഇവൻ ജ്ഞാനിയാണെന്ന് വരുമ്പോൾ ആ ഒരു അഹങ്കാരം ഭാവമാണ്, അഹംഭാവം തോന്നുമെന്ന്. ഇവൻ സത്വഗുണത്തിൽ എത്തിയാലും ഇത് തന്നെയാണ് ഫലം. സത്വഗുണത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നുന്നു, ഞാൻ ഒരു ഇത് പറയുന്നുണ്ട് മലയാളത്തിൽ, എല്ലാവരും പറയുന്നു ഞാനെന്ന്, എല്ലാവരും പറയുന്നു ഞാൻ കല്ലും കെട്ടി കഴുത്തിലിട്ടപ്പോൾ എനിക്കും തോന്നി നന്ന. കല്ലും കെട്ടി കഴുത്തിലിട്ടപ്പോ എല്ലാവരും പറഞ്ഞു ഞാൻ നല്ലതാണെന്ന്. കല്ലും കെട്ടി എനിക്കും തന്നെ തോന്നി ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ പോലെ കുറെ അങ്ങോട്ട് പഠിച്ച് വിദ്വാനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം മൂക്കും. അത് കുറച്ച് കഴിയുമ്പോൾ തലയും കുത്തി താഴെ വീഴും. അതാണ് സംഭവിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അതുപോലെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ശ്രദ്ധ പല വഴിയെ ചിതറും. പല സാഹിത്യങ്ങള് പഠിച്ചു വരുന്തോറും ശ്രദ്ധ പല വഴിക്ക് ചിതറിപ്പോകുന്നതുകൊണ്ട് ഭക്തി സേവനത്തിനുള്ള ആ അവസരം സ്വയം നഷ്ടപ്പെടുത്തുന്നു. അതെന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി കൂട്ടി ഒരു അവിയൽ രൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എല്ലാത്തിന്റെ പോയിന്റുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് നമുക്ക് പറ്റുന്നത്. അത് എങ്ങും എത്തുകയില്ല. അതാണ് കാര്യം. ഹരേ കൃഷ്ണ. തപന മിശ്രയുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് 4 ശ്ലോകം. അടുത്ത ആരെങ്കിലും? സ്വപ്നേക വിപ്ര 12 തൊട്ടല്ലേ പ്രഭു? അതെ അതെ അതെ. വായിക്കട്ടെ. 12. സ്വപ്നേക വിപ്ര കഹേ ശുനഃ തപന നിമാനി പണ്ഡിത പാശേ കരഹഗമന. വിഭ്രാന്തിയിലാകപ്പെട്ട തപനമിശ്രയോട് നിമായി പണ്ഡിതന്റെ, അതായത് ചൈതന്യ മഹാപ്രഭു അടുത്തേക്ക് പോകാൻ ഒരു ബ്രാഹ്മണൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. ശ്ലോകം 13. തേൻഹോ തുമാര സാധ്യ സാധന കരിബെ നിശ്ചയ സാക്ഷാദീശ്വര തേൻഹോ നാഹിക സംശയ. വിപ്രൻ പറഞ്ഞു, അവിടുന്ന് സാക്ഷാൽ ഈശ്വരനായതിനാൽ നിസ്സംശയം നിനക്ക് ശരിയായ നിർദ്ദേശം നൽകുവാനാവും. ശ്ലോകം 14. സ്വപ്ന ദേഖി മിശ്ര ആസി പ്രഭുരെ ചരണേ സ്വപ്നേരെ വൃത്താന്ത സഭ കൈലെ നിവേദനായി. സ്വപ്ന ദർശനത്തിന് ശേഷം തപൻ മിശ്ര മഹാപ്രഭുവിനെ അഭയം പ്രാപിക്കുകയും സ്വപ്ന വൃത്താന്തം അവിടുത്തോട് വിവരിക്കുകയും ചെയ്തു. ശ്ലോകം 15. പ്രഭുദുഷ്ട ഹയാസാധ്യ സാധന കഹില നാമസങ്കീർത്തന കരി ഉപദേശ കൈല. സന്തുഷ്ടനായ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യവും അത് നേടാനുള്ള പ്രക്രിയയും ഉപദേശിച്ചു. വിജയത്തിന്റെ അടിസ്ഥാന തത്വം ഭഗവാന്റെ ദിവ്യനാമം ഹരേ കൃഷ്ണ മഹാമന്ത്രം സങ്കീർത്തനമാണെന്ന് ഭഗവാൻ ഉപദേശിച്ചു. ഭാവാർത്ഥം ജയ്ശ്രീല പ്രഭുപാദ് കി ജയ്. ഒരുവൻ ക്രമപ്രകാരവും നിർദ്ദിഷ്ട തത്വങ്ങൾക്ക് അനുസരിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും കീർത്തനവും ചെയ്യണമെന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണാവത പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ഒരുവൻ ക്രമപ്രകാരവും നിർദ്ദിഷ്ട തത്വങ്ങൾക്ക് അനുസരിച്ച് ഈ ഉപദേശത്തിലാണ് കൃഷ്ണാവതം പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ഞങ്ങൾ പാശ്ചാത്യരായ ശിഷ്യന്മാരോട് ദിവസവും കുറഞ്ഞത് 16 മാല ജപിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ചിലപ്പോൾ ഈ 16 ആവർത്തി പറഞ്ഞോ
16 മാലം ജപിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ചിലപ്പോൾ ഈ 16 ആവർത്തി ജപിക്കാൻ പോലും കഴിയാതെ അവർ പരാജയപ്പെടുന്നു. പകരം അവർ പല കർക്കശ ഗ്രന്ഥങ്ങളും ആരാധനാ രീതികളും കൊണ്ടുവരുന്നതായും അത് പലവിധത്തിലും അവരുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതായും ഞങ്ങൾ കാണുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. മഹാപ്രഭു തപന മിശ്രയോട് ആദ്യം തന്നെ മനസ്സിനെ ഈ ജപത്തിൽ ഉറപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണാബോധ സമിതിയിലെ അംഗങ്ങളായ നാം നിർബന്ധമായും ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ഉപദേശം നിഷ്ഠയോടെ പിന്തുടരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ല പോയിന്റാണ്. നിഷ്ഠയോടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ജപം. അതൊരു ജപം കറക്റ്റ് ആയാൽ നമ്മള് പലതെല്ലാം കറക്റ്റ് ആണ്. ശരി, അതെല്ലാം സിനിമ മനസ്സിനെ ജപത്തിൽ ഉറപ്പിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ 6 മാസം കൊണ്ട് 16 മാസം ജപിക്കാൻ പറ്റുവാണെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നീ വായിക്കണ്ടില്ല ബ്രോ? വായിക്കണം. 16 നമുക്ക് എത്ര 16 നിർത്താല്ലേ? നമുക്ക് നിർത്തിയാലോ? ഓക്കെ ബ്രോ. അതോ ഒരു 2-3 ശ്ലോകം കൂടി വായിച്ചു? 20 വരെ വായിക്കാം. 20 വരെ. പ്രഭു, ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് മറ്റുള്ളവര് കാണുന്ന രീതിയിൽ ഇറ്റലിയില് എന്താണ് ഒരു സിസിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കള്ളന്മാരും ഇവരൊക്കെ ഉള്ള, അതിനെന്താ പറയാ, അല്ലല്ല, ആ ഗാങ്ങിന് ഒരു പേരുണ്ട്. അത് നമ്മളിവിടെ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്നത് മാഫിയ ഗ്രൂപ്പ്. അപ്പൊ ഇറ്റലിയിൽ സിസിലിയിലാണ് ഇതുള്ളത്. ഗോഡ് ഫാദറും അതുപോലെ സിനിമ ഗംഭീരായിരുന്നു അത് പണ്ട്. അപ്പോ നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം മാഫിയ പോലെയാന്നാ പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞ പ്രഭു പറഞ്ഞില്ല 6 മാസം നിഷ്ഠയോട് ജപിക്കാൻ പറഞ്ഞില്ലേ, വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു കുഴപ്പമൊന്നുമില്ല, വന്നോളൂ, നമ്മൾ ആദ്യം അമ്പലത്തിൽ വരുമോ, അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവോ, അവിടെ എന്താ അല്പം സ്വല്പം നാമം ജപിക്കാൻ തുടങ്ങിക്കോളൂ. പിന്നെ 2-ാം ദിവസം പറയാം നാമം ജപിച്ചോളൂ. അത് കഴിഞ്ഞാൽ നാമം ജപിച്ചു കഴിഞ്ഞാൽ അത് ഒരു മാല മുഴുവനാക്കാൻ പറയും. പിന്നെ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 4 കഴിഞ്ഞു, പിന്നെ പോയി. അപ്പൊ ഈ മാഫിയയിൽ പെട്ടാൽ എങ്ങനെ തിരിച്ച് നമുക്ക് അവിടുന്ന് പോരാൻ പറ്റും? കാരണം വെച്ചാൽ അവര് വിടില്ല. പുറത്ത് വന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇത് മോശമായിട്ട് കാണരുത്, മോശമായിട്ട് കാണാനല്ല ഞാൻ ഈ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ 16 മാലയായി. പിന്നെ കൃഷ്ണനെ പറ്റി പിന്നെ കൃഷ്ണനെ പറ്റിയുള്ള ഓരോ കാര്യം അങ്ങനെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് ലക്ഷ്യസ്ഥാനം ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ കൂടിക്കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഈ വരുന്നവർക്ക്. ആർക്കായാലും നമുക്കായാലും അങ്ങനെ അനുഭവപ്പെട്ടു. കുറച്ച് ദിവസം വന്ന് ജപമൊക്കെ കഴിഞ്ഞ് കുറച്ച് പ്രസാദമൊക്കെ കഴിക്കുമ്പോ അതിന്റെയൊക്കെ മാറ്റം വരുമ്പം. ഹരേ കൃഷ്ണ പ്രഭു. അല്ല, പ്രഭു പറഞ്ഞത് ശരിയാണ്. കാരണം ഈ മാഫിയയുടെ എന്താ വെച്ചാല് നമ്മള് വേറെ എവിടെ പോയാലും ഇവിടെ ഇപ്പൊ 10-ാം ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ കൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ള അത് വേറെ എവിടെയും നമുക്ക് കിട്ടില്ലല്ലോ, ഇല്ലേ? വേറെ എല്ലായിടത്തും നമ്മൾ പല ലക്ഷ്യത്തിലല്ലേ പോകുന്നത്. ഒന്നല്ലെങ്കിൽ സ്വന്തം നേട്ടം, അല്ലെങ്കിൽ മോക്ഷം, അല്ലേ നമ്മള് രക്ഷപ്പെടൽ തലത്തിലേക്ക്. പക്ഷെ ഇവിടെ നമ്മള് ഇതില് മനസ്സിലാക്കി മുന്നേറുമ്പോ മോക്ഷമൊക്കെ പിന്നിലായില്ലേ ഇപ്പോ, അല്ലേ? നമുക്ക് കൃഷ്ണപ്രേമം എന്ന് പിന്നെ ഒരു കാര്യമുള്ളത് കൃഷ്ണനെ പറ്റി ഇങ്ങനെ ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? കൃഷ്ണനെ മനസ്സിലാക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. വേദങ്ങൾ പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ
കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആരും നമുക്ക് പറഞ്ഞു തരില്ല പറഞ്ഞു തന്നെ. കൃഷ്ണനെ മനസ്സിലാക്കും, സേവിക്കോ, കൃഷ്ണൻ നാമം ജപിക്കൂ എന്നൊക്കെ പറയാൻ ആളുണ്ടാവും. മനസ്സിലാക്കും എന്ന് പറയാൻ ആരുമില്ല എന്നുള്ളതാണ്. അതെ അതാണ് പ്രഭുപാദ് ചെയ്തത്. അതെ, തീർച്ചയായും. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ പർപ്പട്ടുകൾ അല്ലെ, ഭഗവത്ഗീതയുടെ ഭാവാർത്ഥങ്ങൾ എത്ര നമ്മള് എനിക്കൊക്കെ സ്വന്തം അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു ശ്ലോകം വായിച്ചു, ചിലപ്പം വേറെ പുസ്തകത്തിലൊക്കെ വായിച്ചു, പക്ഷെ പ്രഭാതത്തിന്റെ പർപ്പട്ട് വായിക്കുമ്പോഴാണ് ഓ ഇതാണ് ആ ആ ഒരു തിരിച്ചറിവ് പോയിന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു അനുഭവമാണ്. ഓ ഇങ്ങനെയാണല്ലേ ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഇത് നമുക്ക് വരും ആദ്യമൊക്കെ വായിക്കുമ്പോൾ. അത് എപ്പോ വായിക്കുമ്പോഴും അതിനകത്തുനിന്ന് ഒരു പോയിന്റ് വീണ്ടും വരുന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഒരു സാധാരണക്കാരന് വേണ്ട ഒരു കാര്യമാണ് പ്രഭാത് നമുക്ക് പറഞ്ഞു തന്നത്. അല്ലെ, ആദ്യം കൃഷ്ണനെ മനസ്സിലാക്കും, കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള വഴികളാണ് നമുക്ക് പറഞ്ഞത്. അല്ലാണ്ട് വേദങ്ങൾ പഠിക്കും, 4 ശാസ്ത്രങ്ങൾ പഠിക്കും, അതൊന്നും പറഞ്ഞില്ല അദ്ദേഹം. കൃഷ്ണനെ മനസ്സിലാക്കി, കൃഷ്ണൻ നാമം ജപിക്കും എന്നാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, ദൈവം ആരാണ്, ഇതൊക്കെയാണ് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അതെ, അതാണ് ആദ്യം അവർക്ക് വിഷമമാണെങ്കിലും അവസാനം അത് അമൃതമായിട്ട് മാറും. ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ. ഹരീഷ്ണ പ്രഭു, പറയൂ മാതാജി. ഇന്ന് എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല. ഇന്ന് പലർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കും, പ്രാർത്ഥന എന്താണ് എന്നറിയില്ല. അത് ശരിക്കും അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതും എങ്ങനെയാണെന്നുള്ളതും ഇസ്കോണിൽ വന്നപ്പോഴാണ്. സത്യമാണത്. അതെ അതെ, ശരി. ഒരർത്ഥം ഉണ്ടായി പ്രാർത്ഥനയ്ക്ക് അല്ലെ. ശരിക്കും ഇപ്പോ നമുക്കൊരു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, ഒരാൾക്ക് അസുഖമാണ് പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന്റെ ഒരു മെത്തേഡ് അറിയാം അല്ലെ. ആ ഒരു മറ്റത് ഒരു കോമൺ ജനറൽ ഒരു ഇത് ഈശ്വര, അല്ലെങ്കിൽ അവരുടെ ഇതില് ഈശ്വര അല്ല അങ്ങനെ ഒരു വിളിച്ചു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുതു, അതേ വഴിപാട് പ്രാർത്ഥിക്കാൻ അറിയില്ല. അതാണ് നമ്മളൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ ആദ്യ അക്ഷരം പോലെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങി ജപം. ഹരേ കൃഷ്ണ. മാതാജി പറഞ്ഞ പോയിന്റ് ഒരു വലിയ പോയിന്റാ. കാരണം ഒരു ഈ ഇതുണ്ടല്ലോ മാതാജി ഇപ്പം പറഞ്ഞതിൽ നമ്മുടെ ഹൃദയസ്ഥനായിട്ട് ജീവാത്മാവിനൊപ്പം പരമാത്മാവ് ഇരിക്കുന്നു എന്നുള്ളത് നമ്മള് 2ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ടല്ലോ. കഠോപനിഷത്തില് ആ ഒരു വൃക്ഷത്തില് 2 പക്ഷികൾ ഇരിക്കുന്ന പോലെ എന്നുള്ള അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരുടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് അവർക്കുണ്ടാക്കിയ അനുഭവങ്ങൾ, കാരണം ഒരാൾ കൂടേണ്ടെന്നുള്ള ആ തോന്നൽ കൊടുത്തതുണ്ടല്ലോ അതിനെ കുറിച്ച്. കാരണം ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് വരുന്നത്. ആ രീതിയിലുള്ള ഈ കറക്റ്റ് ആയുള്ള എക്സ്പ്ലനേഷൻ അല്ല. സർവ്വ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഇസ്കോണിലല്ലാതെ ഒരാൾക്കും തുറന്നു പറയാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സപ്താഹം കേട്ടു. അതില് ആ പറയുന്ന ആചാര്യൻ ഇങ്ങനെ ഉരുണ്ട് പരണ്ട് ഈ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു അയാൾ ഇതൊന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ എന്ന്. അങ്ങനെ അല്ല ആള് പറയുന്നത്. എല്ലാവരുടെ ഉള്ളില് ഒരു എനർജി ആയിട്ട് ഭഗവാനുണ്ട്, ഒരു എനർജി ആയിട്ടെന്ന്. അങ്ങനെയാണ് അയാളുടെ വായന്ന് ഈ ഒരു വ്യക്തിയായിട്ടിരിക്കുന്നു, നമ്മളെ സാന്ത്വനിപ്പിക്കുന്നു, അതിൽ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള അത് ആ പോയിന്റ് വരില്ല. ഈ ഇത്രയും അടിസ്ഥാനമായിട്ട് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട എന്ത് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് വ്യക്തമായിട്ടും പറയുന്നത് നമ്മുടെ ഇതിൽ മാത്രമാണ് എന്നാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. മറ്റെവിടെയും ആരും അവിടെ ഇവിടെ ഇങ്ങനെ ഇതാക്കി പറയണ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് പലർക്കും ഒന്നും കൺഫ്യൂഷനാണ്. ചിലര് പറയും ശിവനാണ്. അപ്പൊ പല ഇതിൽക്കും അത് പോവും. ഇതാരാണെന്നുള്ളത് മനസ്സിലാവില്ല. ഭഗവാന്റെ ഇതാണ് നമ്മളിലുള്ള ഭഗവാനാണ്. ആ ഒരു ഇതല്ല അത് ഇവരും ആചാര്യന്മാരും അല്ല അത് പറഞ്ഞു കൊടുക്കണില്ല. അപ്പൊ അതും നമ്മളാരാണെന്നും ഒക്കെ ആദ്യം നമ്മൾ മനസ്സിലാക്കി പഠിച്ച് എന്താണെന്നുള്ളത് ഓരോന്നോരോന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പോണത്. അതാണ് നമ്മുടെ ഈ ഇതിന്റെ പ്രത്യേകത. ഹരേ കൃഷ്ണ. അവര് വിളിക്കുന്ന ഈശ്വര എന്ന് പറയുമ്പോ അതിലെല്ലാരും വരുന്നു, ഒരു പ്രത്യേക ആളില്ല. പക്ഷെ ആ പരം സത്യം എന്ന് പറയുമ്പോ ആ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത് ഭഗവാനെ മാത്രമാണെന്ന് നമ്മളാണ് വിചാരിക്കുന്നത്. എല്ലാരും ഈശ്വര എന്ന് പറയുമ്പോൾ അത് ആരും ആകാം. പക്ഷെങ്കിൽ ആ അബ്സല്യൂട്ട് ട്രൂത്ത്, ആ പരം സത്യം, ആ ജന്മാദ്യസ്യ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആ സത്യം, ആ സത്ത, അതാണ് പരമായിട്ടുള്ളത്. അല്ലെ ആ സുപ്രീം ലോർഡ് എന്ന് പറയുന്നത് കൃഷ്ണനാണെന്ന് ആരും പറയുന്നില്ല. ഈശ്വരൻ എല്ലാരും പറയും.
അത് പിന്നെ ഗണേശനാകാം, കാർത്തികേയനാകാം, ശിവനാകാം, ആരുമാകാം അവരെ വിളിക്കുമ്പോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറയുണ്ടായി, അദ്ദേഹം ഇങ്ങനെ ക്ഷേത്രങ്ങളിലെല്ലാം പോയിട്ട് എല്ലായിടത്തും ഇങ്ങനെ പൈസ ഒക്കെ ഇടുന്ന ആളാ എല്ലായിടത്തും. അപ്പോ കുറെ കാലം മുന്നെയാണ്. പിന്നെ അദ്ദേഹം കൃഷ്ണാബോധത്തിൽ വന്ന് ഇസ്കോണുമായിട്ട് ബന്ധപ്പെടുകയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഭക്തനായപ്പോ ഒരിക്കൽ ഇങ്ങനെ യാദൃശ്ചിക കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം പറയുമായിരുന്നു, പണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ചില്ലറ ഇടുമ്പോ ചില്ലറ ചിലപ്പോ തീർന്നു പോകും. അപ്പൊ ചിലടത്ത് ഇടാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര പരിഭ്രമം വന്നു. കാരണം അയ്യോ 2-3 സ്ഥലത്ത് ഇട്ടു, ഇനി ബാക്കിയുള്ള ദേവീ ദേവതകൾക്ക് ഇട്ടിട്ടില്ല, ഇനിയിപ്പോ അവരുടെ ശാപം വരും എന്നുള്ളൊരു ടെൻഷനിലാണ് വീട്ടിൽ പോയിരുന്നത്. ശരിക്കുള്ള അവസ്ഥ പറയണം. അപ്പൊ അദ്ദേഹം പറയാ അത് മാറി കിട്ടിയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ് ആ പറഞ്ഞത്. കാരണം വെച്ചാല് ആ ഒരു അവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾ പോണത്. കാരണം ഒരു അമ്പലത്തിൽ 4 സ്ഥലത്തുണ്ട്, അവിടെ 3 സ്ഥലത്ത് പൈസ ഇട്ടു, ഒരു സ്ഥലത്ത് ഇടാൻ പറ്റിയില്ല, പൈസ തീർന്നു, ഇനിയിപ്പോ അവർക്ക് നമ്മളോട് ശാപം വരുമോ, ഇത്തരം ധാരണകളിലാണ് പോകുന്നത്. അപ്പോ അതെല്ലാം ദൂരീകരിക്കുന്ന ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ വരുമ്പോ, ഭഗവാനിലേക്ക് വരുമ്പോ ഇതൊന്നും പ്രശ്നങ്ങളെ വരുന്നില്ല. ഹരേ കൃഷ്ണ. ഈ ഭക്തി എന്താണ് എന്നുള്ളത് പൊതുവെ ഇസ്കോൺ ഡിവോട്ടി ഒഴിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോവുക, വഴിപാട് കഴിക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് തൊഴുക, അല്ലെങ്കിൽ ഉത്സവത്തിന് പോവുക, അങ്ങനെ ആ ഒരു പൊതുധാരണ ഭക്തി എങ്ങനെയാണ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവസരം കൊടുക്കാതെ ഒരു കാലഘട്ടം മുന്നോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരേ കൃഷ്ണ. അതാണ് മനുഷ്യർ ഒന്നും മനസ്സിലാക്കാത്ത അവസ്ഥയിലേക്ക് പോയത്. കാരണം 33 കോടി ദേവന്മാരും ഒന്നാണ്, എവിടെ പോയാലും മതി എന്നാ ഈ വ്യത്യാസം എന്തെന്ന് പോലും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതാണ് വ്യത്യാസം. ഹരേ കൃഷ്ണ പ്രഭു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാ പ്രഭു പറഞ്ഞത്. വളരെ കറക്റ്റാ പ്രഭു പറഞ്ഞത്, വളരെ കറക്റ്റ്. അത് പ്രഭു പറഞ്ഞതിൽ ഒരു കാര്യം പണ്ട് ഗോപാൽ പ്രഭു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ചടങ്ങായി മാറുന്ന കാര്യം പ്രഭു പറഞ്ഞില്ലേ ഇതേ പോയിന്റ്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം നോക്കിയാൽ അറിയാം, നമ്മൾ പണ്ട് ഒരു സദ്യക്ക് വിളക്കത്ത് വിളമ്പുക എന്ന് പറയും. അപ്പൊ നമ്മളൊക്കെ പണ്ട് ചെയ്തിരുന്ന എങ്ങനെയാ, ഒരു സദ്യയില് അവിടെ നമ്മൾ രുചിയെല്ലാം നോക്കും, എല്ലാം ഉണ്ടാക്കി, ഓണത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പിറന്നാളിനാണെങ്കിലും നമ്മളെല്ലാം രുചിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞ ശേഷം ഒരു ഗണപതിക്ക് എന്ന പോലെ ഒരു ഇല വെച്ച് വിളക്ക് കത്തിച്ച് അതിനകത്ത് എല്ലാം വിളമ്പും. എന്നിട്ട് ഇപ്പുറത്തും വിളമ്പി എല്ലാവരും കൂടി കഴിക്കും. അതും അവിടെ ഇരിക്കും. ചില വീടുകളിൽ അത് കഴിക്കാൻ വരെ മറന്നിട്ട് ലാസ്റ്റ് അത് എടുത്ത് കളയും, ചിലപ്പോൾ അത് ആരെങ്കിലും എടുക്കും. എന്നുവെച്ചാൽ അത്രേ ഉള്ളൂ, അതൊരു ചടങ്ങാണ്. എല്ലാ ചടങ്ങുകളായി മാറി പ്രഭു. മാറി. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മരണാനന്തര ക്രിയ ചെയ്യാനേ, മരണാനന്തര ക്രിയ ചെയ്യാൻ ഒരു വീട്ടില് ഒരു കർമ്മി വന്നപ്പോ പൂച്ച ഓടി നടക്കണമെന്നൊക്കെ പിടിച്ച് കമത്തിയിടാൻ പറഞ്ഞു. അപ്പൊ അടുത്ത വീട്ടിൽ വന്നപ്പോ പൂച്ചയില്ലാത്ത കാരണം അവരെന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് ഒരു കൊട്ട അവിടെ കമത്തിയിട്ടു. അപ്പൊ അതെന്താണ് കർമ്മി ചോദിച്ചപ്പോ പറഞ്ഞു, പൂച്ചയെ കമത്തിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വീട്ടില്, അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് പൂച്ചയില്ല, എന്നാലും കൊട്ട സ്ഥാനത്തിരുന്നോട്ടെ എന്ന് ഏറ്റാന്ന്. അപ്പൊ ഈ രീതിയിൽ അജ്ഞാനമായിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി അത് യഥാർത്ഥ രീതി എന്തെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് പകർന്നു കൊടുക്കാനോ ആരും ഇല്ലായിരുന്നു. അതാണ് കുഴപ്പം. എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയാണ്, കാര്യം കൊച്ചു ചെറുപ്പത്തിലേ മുതൽ അമ്പലത്തിൽ പോകുന്നുണ്ട്. എല്ലായിടത്തും പോയാൽ ഈ പറഞ്ഞ കാര്യം സ്വാമിയെ ശരണയ്യപ്പ അല്ലെങ്കിൽ ഭഗവാനെ എന്ന് വിളിക്കുന്നു എന്നല്ലാതെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ വഴിപാടിന്റെ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഇതൊന്നും നോക്കുന്നില്ല. ചെന്നും 3 പ്രദക്ഷിണം വയ്ക്കുന്നു, തൊഴുകുന്നു, കിട്ടുന്നത് പ്രസാദം മേടിച്ച് തൊട്ടു, എന്തെങ്കിലും കഴിക്കുന്ന പ്രസാദമാണെങ്കിൽ അത് കഴിച്ചു, ശരി, അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആചാര്യശ്രേഷ്ഠന്മാരുടെ വാക്കുകളിലൂടെയാണ്. ഭഗവാനോടുള്ള ഒരു എന്താ പറയുക, ഒരു കൃഷ്ണനോടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുത്തത് ഇസ്കോണിൽ വന്നേ പിന്നെയാണ്. അത് മാത്രമല്ല പ്രഭു, ആ വേരിയേഷൻ, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാ. ഒരു സംശയം വേണ്ട കാര്യത്തില്. കാരണം ഇതെല്ലാം ഒന്നൊന്നും പറഞ്ഞിട്ട് നടക്കല്ലാണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കണ്ടേ. എന്തായാലും മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് പറയാൻ ധൈര്യമായി. കാരണം ഈശ്വരൻ പ്രമാണങ്ങൾ നമുക്ക് പ്രമാണങ്ങൾ ധാരാളമുണ്ട്. ഭഗവത്ഗീത, ഭാഗവതം, ശാസ്ത്രങ്ങൾ പ്രമാണങ്ങൾ. എല്ലാവരും ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ നമുക്കത് സാധിക്കില്ലായിരുന്നു. കാരണം നമുക്ക് 33 കോടിയാണെന്നാണ് ധാരണ. നമുക്ക് ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അവരുടെ ആജ്ഞാനുവർത്തികളാണ് ബാക്കിയുള്ളതെന്ന് ഇപ്പൊ പറയാൻ സാധിക്കും. ഭാഗവത്തിലൊക്കെ ഒരുപാട്
ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഹരേ ഭാഗവതത്തിലെ കൃഷ്ണ. ഭഗവത്തിലെ. അതൊക്കെ മറച്ചു വെച്ചോണ്ടാണ് അവര് ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഈ സപ്താഹവാനക്കാർ മാതാജി നേരത്തെ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ഹൈലൈറ്റ് ചെയ്ത് അവർ പറയുന്നില്ല. അവര് ആ പോയിന്റിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് പബ്ലിക്കിനെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അവര് മേടിച്ച് വിശ്വസിച്ചുകൊണ്ട് പോകും. അവരൊരു ബണ്ണാരം വെച്ചിട്ട് ആ ബണ്ണാരത്തിൽ കാശ് വീഴാനുള്ള മാത്രം ഒരു പരിപാടിയാക്കി മാറ്റിയത്. ഹരേ കൃഷ്ണ പ്രഭു. ഇവിടെ വിവിധ ചടങ്ങുകൾ സപ്താഹം നടത്തും. ഇവിടെ സപ്താഹത്തിന്, അതായത് കൃഷ്ണാവബോധത്തിലുള്ള ആളുകൾ തന്നെ സപ്താഹത്തിന് പോയി തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവര് കൃഷ്ണാവബോധത്തിലുള്ള എന്ന് പറയാത്ത വിധം സാധാരണ പറഞ്ഞു എന്ന്. അപ്പൊ ഞാൻ പറയുന്നല്ല, ഒരു മാതാജി പറഞ്ഞത് എന്നോട്. അപ്പൊ മാതാജി ചോദിച്ചു, എന്താ പ്രഭു ഇപ്പൊ ഇങ്ങനെ ചെല്ലണേ? മാതാജി, കാശ് കിട്ടണ കൂടുതൽ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ കൃഷ്ണാവബോധത്തിലുള്ള പോലെ പറഞ്ഞാൽ ശരിയാവില്ല. അത് ഗുരുനിന്ദയും എല്ലാ നിന്ദകളും അതെ, എല്ലാ എല്ലാം അതിൽ വരുന്നു. അതെ അതെ. എല്ലാ അപരാധവും തീർന്നു. അപ്പൊ അങ്ങൊരു എന്തിനാണോ കൃഷ്ണാവബോധം അറിഞ്ഞെന്ന് പോലും നമുക്കൊരു ക്വസ്റ്റ്യൻ. അത് അങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ കുറെ ആളുകൾക്ക് വേണ്ടിയോ എന്നുള്ള ഒരു ഡൗട്ടും വരുന്നത്. കാശല്ലല്ലോ അവർക്ക് വിശ്വാസം ഇല്ലാന്നല്ലേ മാതാജി? അവർക്ക് വിശ്വാസം ആണ് ആയിരിക്കണം. അല്ല, വിശ്വാസം അവരില്ല, വിശ്വാസക്കുറവിന്റെ കൃഷ്ണനെ അങ്ങോട്ട് പറയുന്നത്. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ കേൾക്കാൻ വരുന്ന ഓഡിയൻസിന് അത് അറിയില്ലല്ലോ. ആ വ്യക്തിയെ അത് നല്ല രീതിയിലല്ല, അത് ഇത് ഭാഗവതം ഒരു ജീവിത നിവൃത്തിക്ക് വേണ്ടി കൊണ്ടുനടക്കരുത്. അതെ 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 അതെ, അങ്ങനെയാണ് അവര് അയാള് ചെയ്യുന്നത്. വിശ്വാസം ഉണ്ടെന്ന് പറയണതിൽ യാതൊരു അർത്ഥവും ഇല്ല. ഓഡിയൻസിനെ കൂട്ടുന്നതല്ല, പക്ഷെ ആൾക്കാർ കൂടുന്നതിന് അർത്ഥമില്ല. കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് നമ്മൾ മെസ്സേജ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അത് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ കൃഷ്ണാബോധത്തിൽ വന്നതുകൊണ്ട് മാത്രമല്ല, അതിനെ ശരിക്കും ഉൾക്കൊള്ളണ്ടില്ലെങ്കിൽ ഇങ്ങനെയും ആൾക്കാർക്ക് പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഇത് പറഞ്ഞത് അത്രേ സംഭവിക്കാം. മുമ്പോട്ട് പോയാൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഇന്ന് അമ്പലങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് നമ്മൾ തന്നെ ഇപ്പൊ സപ്താഹം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇസ്കോൺ തന്നെ പല സ്ഥലത്ത് ഇപ്പൊ ഞങ്ങൾ ഗുരുവായൂരിന്ന് നമ്മുടെ വിജയമോഹൻ പ്രഭു ഞങ്ങളൊക്കെ കൂടെ പോയിട്ട് സപ്താഹം പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല രീതിയിൽ അവർക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്റെ മഹിമയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഒരു കാര്യം കൂടെ ഞാൻ ഗുരുവായൂരില് ഞങ്ങള് സപ്താഹം ചെയ്യണ്ട, എവിടെയെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞോളൂ പ്രഭു. പ്രഭുജിയുടെ ക്ലാസ്സിൽ കയറിയില്ല, അപ്പൊ ആ പ്രഭു ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതന്നെ ആ പ്രഭു തന്നെ പ്രഭുവിന്റെ ക്ലാസ്. ക്ലാസ് എടുക്കില്ലേ? ഉണ്ട്, ഞാൻ തന്നെ. ഹരേ കൃഷ്ണ. ഗുരുവായൂർ അതാണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. തൃശ്ശൂർ ഈയിടെ ഒരു സപ്താഹം ഉണ്ടായിരുന്നു. അതും ഇസ്കോൺ ഡിവോട്ടീസ് തന്നെ വന്നെടുക്കാറുണ്ട്. എല്ലാ വർഷവും എന്റെ ശിക്ഷാഗുരുവാണ് എന്താ പറയണ ബൽറാം കൃഷ്ണദാസ് പ്രഭു. എല്ലാ വർഷവും അവര് നടത്താറുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ ഭഗവാനെ പറ്റി അറിവുള്ളവര് തന്നെ ഒന്ന് എടുക്കാറുള്ളതെന്നാ പറയണത്. 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അതെ, ഈ ഡിസംബറിൽ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ കഴിഞ്ഞ കേട്ടെന്ന് പറഞ്ഞ സപ്താഹം ഉണ്ടല്ലോ, അത് 18ാമത്തെ സപ്താഹമാണ്. 18 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാനിത് ഇത്തവണ ഞാനൊന്ന് കേട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, നമ്മുടെ ഇസ്കോണിലുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു ആചാര്യനെ കൊണ്ട് നമുക്ക് എന്തോന്ന് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇവരെ ഒന്ന് തിരുത്തി എടുക്കാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇവരങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. സ്ഥിരമായിട്ട് വരുന്ന ആചാര്യന്മാര് ഈ പാവപ്പെട്ട ജനങ്ങളെ ഒരു തരത്തിലും രക്ഷയില്ലാത്ത വിധത്തിലാക്കി വെച്ചിരിക്കും. ഇനി ഇവരോട് നമ്മള് ഇതൊക്കെ തിരുത്തി പറയുമ്പോൾ ഇവർക്ക് അത് വിശ്വാസമാവണമെന്നില്ല, അത്തരത്തിലാക്കി കളഞ്ഞു. പക്ഷെ മാതാജി, നമ്മള് പറഞ്ഞാൽ കേൾക്കില്ലാന്നേ ഉള്ളൂ. അതിന് പറ്റിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവര് മാറും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയണത് എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്ന കാര്യമായിരിക്കും. ഇപ്പൊ നന്ദഗോവിന്ദൻ ഭജൻസ് വന്ന ശേഷം വേറെയുള്ള പാട്ടുകൾ കേൾക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല. ആ ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ നല്ലത് കൊടുത്ത 100% അവർ സ്വീകരിക്കും മാതാജി. അതൊരു സത്യം കേട്ടോ. ഇപ്പൊ അതിനകത്ത് പാട്ടും ഡാൻസും വന്നപ്പോ ഇപ്പൊ അതെല്ലാവരും സ്വീകരിച്ചു തുടങ്ങി, കണ്ടോ? അതെ അതെ, ഇപ്പൊ വേടനും വേണ്ട, ആരും വേണ്ട. ഇതിപ്പോ നമുക്ക് നല്ലൊരു അവസരം തന്നെയാണ് ശരിക്കും. നമ്മുടെ ഭജൻസ്, നമ്മുടെ അല്ല, അതിനകത്ത് അവര് തന്നെ പറയുന്നുണ്ട്, കലിയുഗത്തിലെ ധർമ്മം അത് അനുഷ്ഠിക്കണമെന്ന് അവര് തന്നെ പറയുന്നുണ്ട്. അവര് ഈ വിധത്തിലല്ലെങ്കിൽ അവരത് പറയുന്നുണ്ട്. ആ പോയിന്റ് അവര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്.
അല്ല അത് അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ ഇൻസ്പിറേഷൻ ഇതായിരിക്കാം, നമ്മളുടെ കീർത്തനങ്ങളും ഇവിടെയുള്ള അത് അതെന്നത് അത് അത് പ്രഭു അതുണ്ട്. അദ്ദേഹം അവരൊക്കെ അത് ആദ്യം പറയണ്ടെന്നായിരുന്നു. തുടക്കത്തില് ഈ നമ്മുടെ പോലെ കുറിയൊക്കെ തൊട്ട് അവരുടെ സ്റ്റാർട്ടിങ്ങിൽ അവർ അങ്ങനെയായിരുന്നു. അതാ ഇപ്പോഴാണ് പറഞ്ഞത്. അവർ അങ്ങനത്തെ ഇതൊക്കെ മാറ്റിയത്. അതിന്റെ ഓ മാർക്കറ്റ് നവീൻ വാല്യൂവിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ മാറിയിരിക്കുന്നത് അങ്ങനെ. അതെ അതെ ഈ അതെ അതെ. നവീൻ എന്ന് പറഞ്ഞ ആള് ദുബൈയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവർക്ക് ഇസ്കോണിലെ അവിടുത്തെ അംഗങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അവിടെ അതെ പോയിട്ട് അതെ. പ്രോഗ്രാം. സോഴ്സ് ഇത് തന്നെ ആയിരിക്കുള്ളൂ മിക്കവാറും, അല്ലെങ്കിൽ വേറെ സാധ്യതകൾ. കാരണം അദ്ദേഹത്തിന് ഇന്റർവ്യൂ സോഫിയയുടെ ചെയ്തതല്ല. രാധേയം ഭജൻസ് വരുന്നു. അതെ, അദ്ദേഹത്തിന്റെ സോഫിയ കൂടെ ഉള്ള ഒരാള് പാർവതിയുടെ പറഞ്ഞു രാധേയം ഇസ്കോണിൽ ഞാൻ ഭജൻസ്. ഇന്നും. ഹരേ കൃഷ്ണ പറയൂ പ്രഭു, പറഞ്ഞോളൂ പ്രഭു പറഞ്ഞോളൂ. സോഫിയ പാർവതിയുടെ രാധേയം ഭജൻസ് അടുത്ത ഫെബ്രുവരി 3-ാം തീയതി ഉദ്ഘാടനം ഗുരുവായൂർ വെച്ചിട്ട്. ഹരേ കൃഷ്ണ. ഇസ്കോൺ ഹരേ കൃഷ്ണ. ഡിവോട്ടി. ഹരേ കൃഷ്ണ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്കും ഇതില് എട്ടാം ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ പ്രചാരകൻ നിശ്ചയമായും സങ്കീർത്തന പ്രസ്ഥാനത്തെ എല്ലായിടത്തും അവതരിപ്പിക്കണമെന്ന് പ്രൊമോട്ട് ചെയ്യണം. സമുദായത്തിന്റെ ദൗത്യം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തീർച്ചയായും ഇപ്പൊ എല്ലാവരും ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഗുരു പറഞ്ഞ പോലെ അവിടെ സപ്താഹം നടക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അതിനുള്ള ഒരു ശക്തി ഭഗവാൻ തരട്ടെ, പ്രഭു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നമുക്ക് സെഷൻ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പഞ്ചാകൽപതരൂപശ്ച പതിതാനംഭവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ കി കൃഷ്ണ പ്രഭുപാദ ജയ് ഗുരുദേവ് കി ജയ്. ജയ്. നിതായ ഗുരുപ്രേമാനന്ദേ. ഹരി ഹരി ഹരി. ബോൾ. ഹരേ താങ്ക് കൃഷ്ണ. യു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു എവരിവൺ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.